ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു ഡിവൈസ് ഇൻറ്റേർണൽ മോഡാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണിത്. ഈ ഡിവൈസിൻ്റെ പേര് ഇൻറ്റേർണൽ മോഡം എന്നാണ്. കാരണം അന്ന് നമ്മൾ കൂടുതലായിട്ട് നെറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നെറ്റിൻ്റെ കണക്ടിവിറ്റി കിട്ടുന്നത് നമ്മളെ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന ആ സിഗ്നൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡിവൈസ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻറ്റേർണൽ മോഡം. അപ്പോൾ മോഡത്തിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ചു പോകുന്ന ഡിജിറ്റൽ സിഗ്നലുകൾ അനലോഗ് ആക്കുകയും ടെലിഫോൺ ലൈനിൽ വരുന്ന അനലോഗ് സിഗ്നലുകൾ ഡിജിറ്റൽ സിഗ്നലാക്കുകയും കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ മോഡം. ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ നമ്മൾ മദർ ബോർഡിൽ ഇൻറ്റേർണലി ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ മോഡം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ മോഡം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മളെ PC സ്ലോട്ട് വഴിയാണ്. ഇത് ഈ സ്ലോട്ട് വഴി നമ്മൾ കണക്ടിവിറ്റി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന് വരുന്നത് രണ്ട് പോർട്ടാണ് വരുന്നത്. അതായത് ഒന്ന് ലൈനും എന്ന് പറയും, അതുപോലെ ഫോണ്. അപ്പോൾ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന കണക്ഷൻസ് നമ്മൾ ലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് കണക്ട് ചെയ്യുക. ഈ പോർട്ടിലാണ് നമ്മൾ ലൈന് കണക്ട് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത് വരുന്നത് ഫോൺ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മളെ ടെലിഫോണിൻ്റെ ലൈന് കണക്ട് ചെയ്യും. പിന്നെ നമ്മളിത് മദർ ബോർഡിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് PCI സ്ലോട്ട് വഴിയായിരുന്നു. അപ്പോൾ PCI സ്ലോട്ട് വഴിയാണ് നമ്മൾ മദർ ബോർഡിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ കണക്ഷൻ വഴി ഈ പ്രസ്സിങ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഈ ഒരു ഡിവൈസിനെ നമ്മൾ കണക്ട് ചെയ്തായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റേർണൽ മോഡാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാതും ടെക്നോളജി അപ്ഡേറ്റ് ആയപ്പോൾ നമുക്ക് LAN കാർഡ് വഴിയാണ് നമ്മൾ കണക്ടിവിറ്റി കൊടുക്കുന്നത്. അതിനു മുൻപ് നമ്മൾ ഇൻറ്റേർണൽ മോഡമായിട്ട് ഒരുപാട് കാലം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചിരുന്ന ഡിവൈസാണ് ഇൻറ്റേർണൽ മോഡം. ഓക്കെ.